അതെ, ഇന്ന് നമ്മൾ മിക്കി മൗസ് പംകിൻ പാൻകേക്ക് എന്ന് പറഞ്ഞാൽ എല്ലാ കുട്ടികൾക്കും വളരെ അധികം ഇഷ്ടപ്പെടുന്നൊരു ഐറ്റമാണ്. അപ്പം നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് പംകിൻ ഉപയോഗിച്ചിട്ടുള്ളൊരു പാൻകേക്കാണ്. അതും വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഐറ്റമാണ്. ഇതിൻ്റെ അകത്ത് അൺഹെൽത്തി ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻസ് നമ്മൾ ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കി കുട്ടികൾക്ക് കൊടുക്കണം. അതിന് വേണ്ടി നമ്മൾ മത്തങ്ങ നന്നായിട്ട് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. നന്നായി കുക്ക് ചെയ്തതിന് ശേഷം നമ്മളൊരു ജാറിലേക്ക് നമ്മളിവിടെ ഓട്സാണ് ഉപയോഗിക്കുന്നത്. ഓട്സാണ് ഇതിലെ മെയിൻ ഐറ്റം തന്നെ. നമ്മൾ നോർമലി മൈദയൊക്കെ ഉപയോഗിച്ചിട്ടാണ് കൂടുതലും നമ്മൾ പാൻകേക്ക് തയ്യാറാക്കുന്നത്. ഇതിൽ നമ്മൾ ഓട്സാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഓട്സ് ആഡ് ചെയ്തതിന് ശേഷം ഞാനിവിടെ ഗ്രേറ്റഡ് ക്യാരറ്റാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ബീട്രൂട്ട് വേണമെങ്കിൽ ബീട്രൂട്ട് ഉപയോഗിക്കാം. അപ്പോൾ കളറിന് ചെറിയ ചേഞ്ചസ് ഉണ്ടാകുന്നേ ഉള്ളൂ. പല കളേഴ്സായിട്ട് നമുക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ക്യാരറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ മധുരത്തിന് വേണ്ടി ഞാനിവിടെ ഷുഗർ ഉപയോഗിച്ചിട്ടില്ല, ബനാനയാണ് ഉപയോഗിക്കുന്നത്. ഇത് റോബസ്റ്റയാണ് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ഏത് പഴമാണ് ഉള്ളതെന്ന് വെച്ചാൽ അത് ഉപയോഗിക്കാം. ഞാൻ റോബസ്റ്റ കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞത് ഹെൽത്തി ആയിട്ടുള്ളൊരു പാൻകേക്കാണ്. അതുകൊണ്ട് നമ്മൾ ഫുള്ളായിട്ടും നമ്മൾ ഷുഗർ കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ നിങ്ങളുടെ കയ്യിൽ ഇതുണ്ടെങ്കിൽ ഡേറ്റ്സ് ഉണ്ടെങ്കിൽ ഡേറ്റ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഡേറ്റ്സ് ഇല്ല. അതുപോലെ തന്നെ ഞാൻ ഒരു പീസ് പട്ട കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ആ ചെറിയൊരു ഫ്ലേവറിന് വേണ്ടിയാണ് നമ്മൾ പട്ട ആഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ബദാം കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബദാം കൂടി ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ ബോയിൽ ചെയ്ത് വെച്ചിരുന്ന ആ ഒരു മത്തങ്ങ ഉണ്ടല്ലോ, മത്തങ്ങ ഇപ്പോൾ നന്നായി തണുത്തിട്ടുണ്ട്. മത്തങ്ങ കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഞാൻ കുറച്ച് കാഷ്യൂ കൂടി ആഡ് ചെയ്യുന്നുണ്ട്. കാഷ്യൂ ആഡ് ചെയ്ത് ഞാൻ പറഞ്ഞ ഡേറ്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ടൈമിൽ ഡേറ്റ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ബട്ടറും കൂടി ഇതിലേക്ക് ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ നല്ല തിളപ്പിച്ചാർച്ച പാലാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. മിൽക്കും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് അത് അരച്ചെടുക്കുക. നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഇത് ദോശക്കല്ലിൽ നല്ല ചൂടായതിന് ശേഷം ദോശക്കല്ലിൽ ഇത് ഒഴിച്ച് ഏത് ഷേപ്പിൽ വേണമെങ്കിലും നിങ്ങൾക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഞാനിവിടെ നിന്നൊരു മിക്കി മൗസിൻ്റെ ഷേപ്പിലാണ് തയ്യാറാക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികൾക്ക് ഏത് കാർട്ടൂൺ ഐറ്റംസ് ആണോ ഇഷ്ടം, എന്താണോ ഇഷ്ടം അതനുസരിച്ചിട്ടുള്ള ഷേപ്പിലാക്കി എടുത്ത് കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഐറ്റമാണ്. ബ്രേക്ക്ഫാസ്റ്റിനൊക്കെയും അതുപോലെ തന്നെ ടിഫിൻ്റെ അകത്തിലും ഒക്കെ നമുക്ക് തയ്യാറാക്കി കൊടുക്കാം. അൺഹെൽത്തി ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻറ്റും നമ്മളിതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കണം. ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കേണ്ടതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യും എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു.